ഹോട്ട്സ്റ്റാറിൽ പുതുതായിട്ടൊരു മലയാളം സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസ് വന്നിട്ടുണ്ട്. സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ. ജിത്തു ജോസഫ് ആണ് ഇതിന്റെ ഷോ റണ്ണർ. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ജിത്തു ജോസഫിന്റെ ശിഷ്യനായിട്ടുള്ള സുമേഷ് നന്ദകുമാർ ആണ്. അതുപോലെ ഗാനരചയിതാവായ വിനായക് ശശികുമാർ ആദ്യമായിട്ട് തിരക്കഥ എഴുതിയ സീരീസ് ആണിത്. മീന, വിനീത്, സഞ്ജയ് ദീപു, ഹക്കീം ഷാജഹാൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ മലയാളം ത്രില്ലർ സീരീസിനെ കുറിച്ചാണ് ഇന്ന്. ജോണിന്റെയും ശോഭയുടെയും 17-കാരിയായിട്ടുള്ള മകൾ റോസ്ലിൻ തുടർച്ചയായിട്ട് ഒരു ദുസ്വപ്നം കാണുന്നു. ഇതിനെ തുടർന്ന് അവരുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് റോസ്ലിൻ എന്ന സീരീസ് പറയുന്നത്. നല്ലൊരു ത്രില്ലർ സീരീസ് ആണിത്. എനിക്ക് പേഴ്സണലി ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇത് ജിത്തു ജോസഫിന്റെ ഈ അടുത്ത കാലത്ത് വന്ന വലതുവശത്തെ കളർ എന്ന് പറഞ്ഞ സിനിമയെക്കാട്ടിലും എത്രയോ ബെറ്റർ ആണ് എന്ന് തോന്നി. കഥ കൊണ്ടാണെങ്കിലും മേക്കിംഗ് കൊണ്ടാണെങ്കിലും. ഈ സീരീസ് നല്ല ടെൻഷൻ ബിൽഡിംഗ് ആണ്, ത്രില്ലിംഗ് ആണ്, എൻഗേജിംഗും ആണ്. ട്വിസ്റ്റ് ഉള്ളത് നല്ലതായിട്ട് വർക്കായിട്ടുണ്ട്. ഇതിന്റെ ലാസ്റ്റ് എപ്പിസോഡ് നല്ലൊരു കിക്ക് തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കും തരുന്നുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ പോസിറ്റീവ്. പിന്നെ നല്ല മേക്കിംഗ് ക്വാളിറ്റി ഉണ്ട് ഇതിന്. പിന്നെ അഭിനയിച്ചവരുടെയൊക്കെ നല്ല പെർഫോമൻസും സീരീസിലുണ്ട്. റോസ്ലിൻ എന്ന ടൈറ്റിൽ റോളിൽ വന്നിരിക്കുന്നത് സഞ്ജന ദീപു ആണ്. ഈ കൊച്ചിനെ കണ്ടപ്പോൾ ഇതിനെ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് മൂത്തോൻ സിനിമയിൽ നിവിൻ പോളിയുടെ അനിയത്തി മുല്ല എന്ന റോളിൽ വന്നിരിക്കുന്നത് ഈ കുട്ടിയായിരുന്നു. നല്ല പെർഫോമൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ശോഭ എന്ന റോളിൽ മീന ഗംഭീര പെർഫോമൻസ് ആണ് സീരീസിൽ നടത്തിയിരിക്കുന്നത്. സാധാരണ മീന വരുന്ന ഒരു ടിപ്പിക്കൽ ക്രിസ്ത്യൻ ഭാര്യ വേഷം തന്നെയാണ് ഇതിലെങ്കിലും അതിന്റേതായ ഒരു ക്യാരക്ടർ ആർക്ക് ഇതിലുണ്ട്. മീന അത് വളരെ കൺവിൻസിംഗ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മീനയ്ക്ക് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത് ഡബിംഗ് ആർട്ടിസ്റ്റ് ആയ വിമ്മി മറിയമാണ്. അതുപോലെ ദൃശ്യം 3 റിലീസിന് മുമ്പ് ജിത്തു ജോസഫും മീനയും ഒരുമിച്ച ഒരു വർക്കാണിത്. ഇവരുടെ ഒരു കോംബോ അങ്ങനെ നിരാശപ്പെടുത്തില്ല എന്ന് പറയാം. ജോൺ ആയിട്ട് വന്ന വിനീതിന് ആക്ച്വലി ഇതൊരു കേക്ക് വാക്കാണ്. ഇപ്പൊ എക്കോ കഴിഞ്ഞിട്ട് പുള്ളിക്ക് കിട്ടിയ നല്ലൊരു റോളാണിത്. ഇതല്ല, ഇതിന്റെ അപ്പുറത്തെ റോൾ വരെ പുള്ളി വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു നടനാണ്. നൈസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ജെറി എന്ന ക്യാരക്ടറായിട്ട് വന്ന ഹക്കീം ഷാജഹാൻ കിടുവായിരുന്നു. കറക്റ്റ് കാസ്റ്റിംഗ് ആയിട്ട് തോന്നി. പുള്ളിയുടെ ഒരു ലുക്ക് ഒക്കെ വെച്ചിട്ട് ഒരു മിസ്റ്ററി മാൻ എന്നുള്ള ആ ഒരു സംഭവം പെർഫെക്റ്റ് ആയിരുന്നു ഹക്കീമിന്. അതുപോലെ ടി ജി രവി, അനീഷ്മ അനിൽകുമാർ, സിജ റോസ്, രഞ്ജി പണിക്കർ, ശങ്കർ രാമകൃഷ്ണൻ, ശ്രീജ ദാസ്, മാനസ രാധാകൃഷ്ണൻ തുടങ്ങിയവരും സീരീസിലുണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. ഉണ്ണികൃഷ്ണനാണ് ഇതിന്റെ ക്യാമറ. നല്ല ക്വാളിറ്റി ഉള്ള വിഷ്വൽസ് ആണ്. പ്രത്യേകിച്ച് ഇതൊരു ഒരേ സ്ഥലത്ത് മാത്രം കാണിക്കുന്ന ഒരു സീരീസ് ആണ്. ഒരു ഫാം ഹൗസ്, ഒരു വീട്, പിന്നെ ഒരു ചെറിയ മലയോര ഗ്രാമം എന്ന് പറയുന്ന ഒരു സ്ഥലം. സോ ആ ഒരു ലിമിറ്റഡ് ടെറൈനിൽ വിഷ്വൽസ് നൈസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. റിയാസ് കെ ബാദർ ആണ് ഇതിന്റെ എഡിറ്റിംഗ്. അനാവശ്യമായിട്ടുള്ളതൊന്നും അങ്ങനെയുള്ള സീനുകളൊന്നും തന്നെ സീരീസിലില്ല. എല്ലാം കറക്റ്റ് ആയിരുന്നു. മ്യൂസിക്കും കൊള്ളാം. വിഷ്ണു ശ്യാമാണ് അതിന്റെ മ്യൂസിക്. പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഉണ്ട്. സോ ടെക്നിക്കൽ സൈഡിൽ ഇത് നല്ലതാണ്. എന്തായാലും പാട്ടെഴുത്ത് മാത്രമല്ല, സ്ക്രിപ്റ്റ് എഴുതുന്നതിലും താൻ കിടുവാണെന്ന് വിനായക് ശശികുമാർ ബ്രോ തെളിയിച്ചിരിക്കുകയാണ്. ഇനി നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും സ്ലോ ആയിട്ടുള്ള ബേൺ ത്രില്ലേഴ്സ് ഒക്കെ വളരെ താല്പര്യത്തോടെ കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ പേസ് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അങ്ങനെ സ്ലോ ആയിട്ട് എനിക്ക് തോന്നിയില്ല. മിക്കവർക്കും അങ്ങനെ തോന്നിയേക്കാം. പക്ഷെ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയത് കുറച്ച് സീൻസ് ഇങ്ങനെ ആവർത്തനമായിട്ട് പോകുന്ന പോലൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, രാത്രിയാവുക, സ്വപ്നം കാണുക, ഇതിങ്ങനെ കുറെ തവണ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു മുഷിപ്പ് അവിടെ ഇവിടെ തോന്നിയായിരുന്നു. സ്റ്റിൽ ക്ലൈമാക്സ് സാറ്റിസ്ഫൈങ് ആയതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ പിന്നെ ഇതിലൊരു സംഭവമുണ്ട് എന്ന് കുറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് കേട്ട് അറിഞ്ഞതുകൊണ്ട് ഇതിന്റെ ഏറ്റവും വേസ്റ്റ് പോസിബിലിറ്റീസ് വരെ ഇങ്ങനെ ഗസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കണ്ടുകൊണ്ടിരുന്നപ്പോൾ. പക്ഷെ ബാക്ക് സ്റ്റോറി അല്ല, ഇങ്ങനെ ഇന്നയാളെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു സംഭവം ആയേക്കാം എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അതിന് നിങ്ങൾ ദയവ് ചെയ്ത് വിക്കിപീഡിയ ഒന്നും പോയി നോക്കല്ല, അതുപോലെ ട്രെയിലർ ഒന്നും കാണല്. ചിലപ്പോൾ സ്പോയിലേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ മൊത്തത്തിൽ നല്ലൊരു സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസ് ആണ് റോസ്ലിൻ. സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഹോട്ട്സ്റ്റാർ നിങ്ങൾക്ക് കാണാം. ഹോട്ട്സ്റ്റാറിന്റെ മലയാളം കണ്ടന്റ്സ് വരുന്നതൊക്കെ ഇപ്പൊ അല്ല എപ്പോഴും നല്ലതാണ്. സോ മിസ് ചെയ്യേണ്ട, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 6 എപ്പിസോഡുകളെ ഇതിനുള്ളൂ. ഒരു സിനിമ കാണുന്ന പോലെ ഒരു 2-2.25 മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാവുന്നേ ഉള്ളൂ. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാം. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.